മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് ഉയർന്ന ശമ്പളമുള്ള സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു ജോലി സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കും. ആ ലക്ഷ്യം വെറും 24 വയസ്സിൽ നേടിയെടുത്തവളായിരുന്നു മേഘ മധു. മാസം ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം, അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന കുടുംബം. എന്നിട്ടും തനിക്ക് വന്ന ഒരു ഫോൺ കോളിന് പിന്നാലെ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് കുറുകെ ട്രാക്കിൽ കിടന്നവൾ മരണം സ്വീകരിച്ചു. ഫോറൻസിക് സയൻസിൽ പഠനം പൂർത്തിയാക്കി വൈകാതെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ച മിടുക്കിയായ പെൺകുട്ടി. എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഓഫീസറായ യുവതിയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്താവുകയാണ്. താൻ പ്രണയിച്ചിരുന്ന, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന IB അഥവാ ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥൻ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നുള്ള നിരാശയാണ് മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മധ്യ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് പത്തനംതിട്ട സ്വദേശിയായ മേഘയുടെ കുടുംബം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. IBയിലെ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത്. ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു മേഘയും ഈ യുവാവും. ഈ സൗഹൃദം സംബന്ധിച്ച് മേഘ തന്നെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുയർന്നു. പിന്നീട് കുടുംബം മകളുടെ ഇഷ്ടം കണക്കിലെടുത്ത് അതിന് സമ്മതം മൂളി. വിവാഹ ചടങ്ങിൽ എത്തുമെന്നായപ്പോൾ IB ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി. ഇതാണ് മേഘയെ ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് മേഘയുടെ സഹപ്രവർത്തകരിൽ നിന്ന് വിവരം ലഭിച്ചുവെന്നും മേഘയുടെ ബന്ധുക്കളും വെളിപ്പെടുത്തുന്നു. മേഘ ഇഷ്ടപ്പെട്ടിരുന്ന കുറ്റാരോപിതനായ യുവാവിന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരുന്നു താല്പര്യമെന്നാണ് സൂചന. പത്തനംതിട്ട കൂടൽ കാരക്കാക്കുഴി പൂഴിക്കാട്ട് വീട്ടിൽ മേഘ മധുവാണ് ഈ മാസം 24-ന് ആത്മഹത്യ ചെയ്ത നിലയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെടുക്കപ്പെട്ടത്. ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ തിങ്കളാഴ്ച രാവിലെ 9:30ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 1 വർഷം മുൻപാണ് തിരുവനന്തപുരം എയർപോർട്ട് എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത്. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് മധുസൂദനന്റെയും നിഷയുടെയും ഏക മകളായ മേഘ മധു. സുഹൃത്തുമായി മകൾക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായതായി മാതാപിതാക്കൾക്കും അറിവില്ല. എന്നാൽ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകർ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ചില ദുരൂഹതകളുണ്ട് എന്ന കാര്യം കുടുംബം മനസ്സിലാക്കുന്നത്. അതിന് കാരണക്കാരനായിട്ടുള്ള സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥനിലേക്കും സംശയങ്ങളെത്തി. എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഈ യുവാവും ജോലി ചെയ്യുന്നത്. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതിനിടെയാണ് കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് IBക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ലെന്ന് അമ്മാവൻ സന്തോഷ് ശിവദാസനും മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ. ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു. ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് റെയിൽവേ ട്രാക്കിന് കുറുകെ കിടക്കുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ട്രെയിനിന് തലവെച്ചത് പ്രണയനൈരാശ്യം മൂലമെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം. സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മേഘയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിലെന്ന് സൂചനകളുണ്ട്. ആ ഫോൺ വിളിയുടെ വിശദാംശം പുറത്തു വന്നാൽ മരണത്തിലെ ദുരൂഹതകൾ ഏകദേശം പൂർണ്ണമായും നീങ്ങും. ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി, അതായത് ഏകദേശം 3 ഭാഗങ്ങളായി തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഫോറൻസിക് സയൻസിൽ കോഴ്സ് പൂർത്തിയാക്കിയ മേഘ 1 വർഷം മുൻപാണ് എമിഗ്രേഷൻ IBയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കാരക്കാക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ 1 മാസം മുൻപാണ് അവസാനമായി മേഘ നാട്ടിലേക്ക് എത്തിയത്. പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിലെ ട്രാക്കിൽ ഈ 24-ന് രാവിലെ 9:15-നാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ്
ആളെ തിരിച്ചറിഞ്ഞത്. പെൺകുട്ടിയുടെ മൃതദേഹം പത്തനംതിട്ട അതിരിങ്കല്ലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജോലി കഴിഞ്ഞ് മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞു പോയ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്നും ഈ സമയത്ത് മകൾക്ക് വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്നും പരിശോധിക്കണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടു. സ്ഥിരം പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടാക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു. ജോധ്പൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച് ഒരു സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നതായും പിതാവ് പറയുന്നു. 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും. ഞാൻ റൂമിലേക്ക് പോകുവാണ്, രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിപ്പോകുമെന്നാണ് മകൾ പറഞ്ഞത്. പിന്നീട് 10 മണിയായപ്പോഴാണ് വിവരം കിട്ടുന്നത്, ട്രെയിൻ അപകടം സംഭവിച്ചുവെന്ന്. അപ്പോഴാണ് സംശയം വരുന്നത്. റൂമിൽ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കില്ല. അകലെയുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി പോകണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകണം. സ്ഥിരം പോകുന്ന റൂട്ടിൽ റെയിൽവേ ട്രാക്കില്ല. അതുകൊണ്ട് തന്നെ സംശയം തോന്നി. റൂമിൽ പോകുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് അവൾ റൂട്ട് മാറ്റിയത്. ചാനലിൽ പറഞ്ഞത് കേട്ടു. ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോയതെന്ന്. മൊബൈൽ ഫോണൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും പിതാവ് ആവശ്യപ്പെടുന്നു. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി കേൾക്കാം. അതായത് അവള് രാവിലെ സാധാരണ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ അവൾ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്കൊന്നുമില്ല. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിൽ പോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ആര് ചെയ്തു എന്നറിയാൻ പറ്റും. കാരണം ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രാക്കിൽ കൂടെ നടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായിട്ടാണ് അവർ പറയുന്നത്. പത്തനംതിട്ട അതിരിങ്കല്ലിലെ റിട്ടയർഡ് അധ്യാപകനായ മധുസൂദനന്റെയും കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മകളായിരുന്നു മേഘ. എന്തായാലും തൻ്റെ ജീവിത സ്വപ്നങ്ങളെല്ലാം സ്വന്തം പ്രയത്നത്താൽ വെറും 24 വയസ്സിനകം സ്വന്തമാക്കിയ ഈ മിടുക്കി പെൺകുട്ടിയുടെ ആത്മഹത്യ തികച്ചും ദൗർഭാഗ്യകരമെന്നേ പറയാൻ കഴിയൂ. പുറത്തുവിടുന്ന വിവരങ്ങൾ വെച്ച് മാതാപിതാക്കൾ നല്ല സ്വാതന്ത്ര്യം നൽകി പരസ്പരം സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക പ്രയാസങ്ങൾ തൻ്റെ കുടുംബവുമായി പങ്കുവെച്ചെങ്കിൽ ഒരുപക്ഷെ മേഘ ഇന്നും നമുക്കിടയിൽ ജീവനോടെ ഉണ്ടായേനെ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.